അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണോ? എങ്ങനെയൊക്കെയുണ്ട് മഴയൊക്കെ? അടിപൊളി മഴയല്ലേ? ഭയങ്കര കാറ്റും മഴയാണ് ഇവിടെയൊക്കെ. നമുക്ക് 5-6 നാടൻ മുരിങ്ങയ്ക്ക കിട്ടിയിട്ടുണ്ട്. അത് നമുക്കിന്നൊരു കറിയാക്കാം. പിന്നെ എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. മഴയില്ലേ, ചൂടാണേന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. മഴ വന്നപ്പോൾ മഴയോട് മഴ. അപ്പോൾ കറി വയ്ക്കാനായിട്ട് ഞാൻ ഒരു മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്, ഇച്ചിരി വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക് എൻ്റെ കയ്യിൽ നല്ല പഴുത്ത മുളകേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു കറിയാക്കാമെന്ന് വിചാരിച്ച്. മഴയൊക്കെ ഇല്ലേ, നല്ല നാടൻ മുരിങ്ങയ്ക്ക കിട്ടിയപ്പോൾ ഒരു മുരിങ്ങയ്ക്ക കറിയാക്കാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം കൂടി ഒരു ഒഴിച്ച് കറി, നല്ല ചോറിന് ഇത് മാത്രം മതി കഴിക്കാൻ. അടിപൊളി കറിയാണ്. അപ്പം അതിൻ്റെ നാരെല്ലാം കളഞ്ഞ് ഇതുപോലെ നീളത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം. അങ്ങനെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. കഴുകി വെച്ചേക്കുവാണ്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി അത് അവിടെ ഇരുന്ന് വേവട്ടെ, അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമുക്കതിനുള്ള തേങ്ങ അരപ്പ് തയ്യാറാക്കാം. ഒഴിച്ചേറിക്ക് അരപ്പ് തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിൽ ഞാൻ ചെയ്യുന്ന എൻ്റേതായുള്ള രീതിയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട്, പെരിഞ്ജീരകപ്പൊടിയാണ് എടുത്തത്, കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്നുണ്ട്. ഒന്നുകൂടി അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കി കൊണ്ടുവരാം. അപ്പോൾ ഒന്നുകൂടി അടച്ചു വെച്ച് വേവിച്ചു. അതിനുശേഷം നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരപ്പിന് ഞാൻ പെരുംജീരകവും ചുമന്നുള്ളിയും മാത്രമേ അരച്ചുള്ളൂ, തേങ്ങയുമാണ് അരച്ചത്. അപ്പോൾ അരപ്പ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. മിക്സിയുടെ ജാറും കഴുകി ഒഴിച്ചു കൊടുത്ത് നോക്കൂ, നമ്മുടെ കറി ഇനി നന്നായി ചൂടായി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അതിന് എല്ലാം ഒഴിക്കാം. അപ്പോൾ ഉപ്പൊക്കെ നോക്കി നല്ല കറക്റ്റിന് ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അത് തിളച്ച് പോയാൽ കറി കൊള്ളത്തില്ല. അപ്പോൾ നന്നായിട്ട് ചൂടായി വരണം. ഇനി നമുക്ക് കടു താളിക്കാം. അതിനായിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു. കടുകിട്ട് പൊട്ടി വന്നു. അപ്പോഴിനി നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂത്ത് വരട്ടെ. കൊച്ചുള്ളി നന്നായിട്ട് മൂക്കണം, എന്നാലേ രുചി കിട്ടത്തുള്ളൂ. പിന്നെ നമ്മുടെ വറ്റൽമുളക് ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് തരിക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. ഒട്ടും സമയം കിട്ടുന്നില്ല, തിരക്ക് കൂടുതലാണിപ്പോൾ. പിന്നെ അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അതും കൂടെ ആ എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുളകിൻ്റെ അരപ്പ് ബാക്കി ഉണ്ടായിരുന്നതിൽ അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം
ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഇളക്കി എടുക്കാം നമുക്ക്. അപ്പോൾ പിന്നീട് ഞാൻ ഇളക്കാൻ വന്നപ്പോഴത്തേക്ക് കറിയെല്ലാം നന്നായിട്ട് വറ്റി നല്ല പരുവത്തിനായിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ മുരിങ്ങയ്ക്കായും വെള്ളരിക്കായും പച്ചമുളകും തക്കാളിയും കൂടെയുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ.